പരിപാടി നമ്മൾ തുടങ്ങുകയാണ്. ഈ സുന്ദര മുഹൂർത്തം വളരെ ധന്യമാണ്. ഈശ്വരന്റെ അനുഗ്രഹത്താൽ എല്ലാം ഇണങ്ങി വന്നിരിക്കുന്ന ഒരു സാന്നിധ്യം. ഏതായാലും ഔപചാരികമായിട്ട് എല്ലാവരും വിളിക്കാൻ അല്ലെങ്കിൽ ഈ വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് നമ്മുടെ പ്രസിഡന്റ് ശ്രീ മുരിയൻ സാറിനെ കൈമാറുകയാണ്. 2010 ഏപ്രിൽ 12 അമ്മ ആ ഭാഗത്ത് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ ഈ ഒരു ബിൽഡിംഗാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം പുരോഗതിയിലേക്ക് കുതിച്ചുയർത്തുകൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന സ്റ്റേജിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മുടെ ചെയർമാൻ്റെ ആഗ്രഹപ്രകാരം അടുത്ത ഡിസംബർ 15-ാം തീയതി ഇതിൻ്റെ പുറകിൽ ഒരു 3 നില ബിൽഡിംഗ് പണിയാനുള്ള കല്ലിടൽ കർമ്മം അടുത്ത ഡിസംബർ 15-ാം തീയതി നടക്കും. അപ്പോൾ അതിനെല്ലാം നമുക്ക് ദൈവത്തിൻ്റെതായ പിന്തുണയും നല്ലൊരു വാഗ്ദാനവുമാണ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നുവരെ നമുക്ക് പല പ്രശ്നങ്ങളിലൂടെയും നമ്മൾ കടന്നുപോയെങ്കിലും എല്ലാം നല്ലതിനായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചു. ഇന്ന് ഈ കാണുന്ന ദിവസം നിങ്ങളെല്ലാവരെയും ഒന്നിച്ച് കാണുമ്പോൾ ഒരു സ്നേഹവീരം, ഒരു വീട്ടിലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചൊരു കൂട്ടായ്മ കൂടുമ്പോൾ അതിനുണ്ടാകുന്ന സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഈ പ്രസ്ഥാനത്തിൻ്റെ വിജയം നമ്മുടെ ചെയർമാൻ്റെ മനസ്സാണ്. ആ മനസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെയുണ്ട്. നമുക്കും അതുവഴി ആത്മാർത്ഥമായി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. സ്നേഹതീരത്തിൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഒരുപാട് വലിപ്പമാണ്. കഴിഞ്ഞ നാളുകളെ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ കുടുംബാംഗങ്ങൾ ആയിരിക്കുന്ന സമയമാണ്. അല്ലെങ്കിൽ ഇന്നത്തെ ഈ സുദിനം ഒരുപാട് ചൈതന്യത്തോടെ പ്രകാശത്തോടെ നിറഞ്ഞു നിൽക്കുക. മോഹനൻ സാർ, ട്രസ്റ്റ് ട്രഷറർ ശ്രീ ഗോവിന്ദ പൈസ, ഇവർക്കും ഈ അവസരത്തിൽ ഹാർദവമായ സ്വാഗതം. ഒപ്പം വേദിയിലേക്ക് ഇരുന്നില്ല എങ്കിലും നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ ട്രസ്റ്റ് മെമ്പേഴ്സ് ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ നമുക്ക് 3 അതിഥികൾ വരെ മൈക്കിൾ സാറിൻ്റെ കൂടെ എത്തിയിട്ടുണ്ട്. തിരുവണ്ണാമലയിൽ നിന്നുള്ള അതിഥികളാണ്. അവർക്ക് നമ്മളുടെ ഈ കുടുംബത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഒപ്പം ഇന്നത്തെ നമ്മളുടെ ഈ കൂട്ടായ്മയിലേക്ക് നിസ്വാർത്ഥമായി നല്ല മനസ്സോടെ എത്തിച്ചേർന്ന മറ്റ് എല്ലാ മെമ്പേഴ്സിനും സ്നേഹതീരത്തിൻ്റെ പേരിലും എൻ്റെ പേരിലും ഹാർദവമായ സ്വാഗതം. ധാരാളം സമ്പാദിക്കുന്നവന് മിച്ചമായിട്ട് ഒന്നും ഇല്ല. അല്പം സമ്പാദിക്കുന്നവന് മിച്ചമായിട്ട് കുറവ് ഒന്നും ഇല്ല. പറഞ്ഞത് ശരിയായില്ലല്ലേ? ആരെന്തോന്നും പറയാത്തത്? ശരിയാണോ? ധാരാളം സമ്പാദിക്കുന്നവന് മിച്ചമായിട്ട് ഒന്നും ഇല്ല. ധാരാളം സമ്പാദിച്ചാലും അവസാനം ഉണ്ടാവുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. കുറവ് സമ്പാദിച്ചവന്, അല്പം സമ്പാദിച്ചവന് വല്ലതും കുറവായിട്ട് തോന്നാറുണ്ട്. നമ്മളിന്നും ഇതേമാതിരിയാണ്. അധികമായിട്ട് ഉയരങ്ങളിലേക്ക് എത്തിപ്പിടിക്കുന്നതിനേക്കാൾ ഉപരി നമ്മളിൽ ഒതുങ്ങി നമുക്കായി ജീവിക്കുക, അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹം മറ്റുള്ളവർക്കായി
പങ്കുവെച്ചുകൊണ്ട് സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് മാതൃക. ഇവിടെ വരുന്ന അച്ഛനമ്മമാർക്ക് കിട്ടുന്ന ഒരു സാന്ത്വനം, ആശ്വാസം, അവരുടെ മക്കളും കൊച്ചുമക്കളും എല്ലാം ആയിട്ട് ചേർന്ന് ഒരു ഓണം ആഘോഷിക്കുക, ഇതെല്ലാം എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹമാണ്. ആ ആഗ്രഹമാണ് നമുക്കിവിടെ സഫലീകരിക്കുന്നത്. തീർച്ചയായിട്ടും കഴിഞ്ഞ ഓണാഘോഷം വളരെ ഗംഭീരമായിട്ടാണ് നടന്നിരിക്കുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മളുടെ യൂട്യൂബിലുണ്ട്. അതേമാതിരി തന്നെയാണ് ക്രിസ്മസ് ആഘോഷം. ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ ഈ വൈറ്റ് എല്ലാം ഡ്രസ്സ് കോഡ് അന്ന് ചെയ്ത് ക്രിസ്മസിനാണ് സ്റ്റാർട്ട് ചെയ്തതെന്ന് തോന്നുന്നു. ഈ വൈറ്റ് ഡ്രസ്സിൻ്റെ ഒപ്പം നമുക്ക് വലിയൊരു ഹൈലൈറ്റ് ആയിട്ട് മേലിലൊരു സാന്താക്ലോസിൻ്റെ ഒരു തൊപ്പി കൂടെ ഉണ്ടായിരുന്നു. വളരെ ഭംഗിയായിട്ട് സൗകര്യങ്ങൾ നിങ്ങൾ ഓരോരുത്തരും കണ്ടു കാണും അല്ലേ? കിച്ചണിലേക്ക് വേണ്ടി അരി പൊടിക്കാനും മസാല പൊടിക്കാനും മുളക് പൊടിക്കാനുള്ള മെഷീനുകൾ, പിന്നെ പൊടി കുഴക്കാനുള്ള മെഷീൻ, ചപ്പാത്തി ഉണ്ടാക്കുന്ന മെഷീൻ, എന്തിനു പറയുന്നു, ഇപ്പം ഇടിയപ്പം ഇങ്ങനെ ചെറിയ നമ്മൾ അച്ചിലുണ്ടാക്കുന്നത് മാറ്റിയിട്ട് വലിയ പ്രസ്സിങ് മെഷീൻ, വലിയ ഗ്രൈൻഡർ, ഇതെല്ലാം കഴിഞ്ഞ ദിവസം മൈക്കിളേട്ടന് ചെന്നൈയിൽ ഇഡ്ഡലി വലിയ പ്രിയനാണ്. ഇഡ്ഡലി പ്രിയനാണ് ആൾ. ഇഡ്ഡലി കണ്ടു കഴിയുമ്പോഴത്തേക്കും 108 ഇഡ്ഡലി ഉണ്ടാക്കുന്ന ഒരു ട്രേ അടങ്ങുന്ന ഒരു പാത്രമാണ് സ്ഥാപനത്തിലേക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. 108 ഇഡ്ഡലി ഒറ്റ ടൈമിൽ ഉണ്ടാക്കാൻ പറ്റുന്നു. ഇതെല്ലാം നമ്മളുടെ വികസനമാണ് അല്ലേ? നമ്മളുടെ സ്ഥാപനത്തിൻ്റെ വലിയൊരു നേട്ടമാണ്. ഇതാണ് നമ്മളുടെ യോഗ ടീച്ചർ. ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുന്ന ആള് പുലിയാണ്. അപ്പൊ യോഗ എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഫോളോ അപ്പ് ചെയ്യുന്നത് നമ്മുടെ ഇന്ത്യ നല്ല ഭാഗവും നമ്മളെവിടെ പോയാ അതെ ഒന്ന് എഴുന്നേറ്റ് തന്നെ ഇവിടെ വരെ വരാൻ പറ്റില്ലല്ലേ? ഓക്കെ, അദ്ദേഹമാണ് അത് ഫോളോ അപ്പ് ചെയ്യണത്. ഡെയിലി രാവിലെ 4 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കും. 4:30 തുടങ്ങും. അപ്പൊ മൈക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാവർക്കും നിർദ്ദേശങ്ങൾ ഇങ്ങനെ കൊടുത്ത് ഒരു 10-15 മിനിറ്റെങ്കിലും അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അഭിനന്ദനങ്ങള്, നല്ലൊരു കൈയടി. എനിക്ക് ഒരാഗ്രഹമുണ്ട്, നമ്മുടെ ചെയർമാൻ്റെ സ്നേഹമായ ഒരു ആത്മീയ പ്രഭാഷണം കേൾക്കണമെന്ന്. എല്ലാവർക്കും കൂടി ഒരു 5 മിനിറ്റ് ഒന്ന് പറയണം. കാറ്റ് പോകുന്നതോടുകൂടി പിന്നെ സംഭവിക്കുന്നത് എന്താ? പിന്നെ കണ്ണ് കാണില്ല, മൂക്ക് മണക്കില്ല, നാവ് രുചിക്കില്ല, ത്വക്ക് സ്പർശിക്കുന്നില്ല, ചെവി കേൾക്കുന്നില്ല അല്ലേ? അപ്പൊ ഈ 5 പഞ്ചമകൃത്യങ്ങൾക്ക് കാരണഭൂതനായി ഈ ശരീരത്തിൽ നിലകൊണ്ടവൻ ആരാണ്? ആത്മാവാണ്. ജീവന് 5 പൊതു സ്വഭാവമുണ്ട്. അസ്ഥി, ജായതേ, വർദ്ധത, വിപരീതവത, വിനിച്ചത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നു, പുറത്തോട്ട് വരുന്നു, വളരുന്നു, തളരുന്നു, വിനച്ചത് പോകുന്നു. പിന്നെ അതിനുശേഷം മനസ്സിലോട്ട് വന്നാൽ മനസ്സിന് 9 വികാരങ്ങളുണ്ട്. വാദ, പിത്ത, കഫ, സത്വ, തമസ്, രജസ്, കാമ, ക്രോധ, മോഹം. ഈ 9നെ അതിജീവിക്കണം. അപ്പൊ 9 5 എത്രയും 14. 14നെ അതിജീവിക്കാൻ പറ്റില്ല, 9നെ അതിജീവിക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഈ മേശപ്പുറത്ത് ഒരിത്തിരി പഞ്ചാരയാണ് കേട്ടെ. എനിക്ക് ഞാൻ പറഞ്ഞുതരാം. മേശപ്പുറത്ത് അപ്പൊ കാശൊന്നും മേടിക്കില്ല, എന്തെങ്കിലും നിന്റെ ദക്ഷിണ ഇവിടെ വെച്ചാൽ എന്നിട്ട് ഇതിന് പഞ്ചായം വാരി ഇടുമ്പോൾ ഉറുമ്പൊന്നിരിക്കില്ല, അതിന് ഉറുമ്പല്ല, ഈച്ച ഒന്നിരിക്കില്ല. അപ്പൊ 500 നോട്ട് 2000 നോട്ടൊക്കെ ഇടുമ്പോഴത്തെ ഈച്ച ഒരു സൂര്യൻ ഇങ്ങനെ ഉദിച്ചു നിൽക്കുമ്പോ ഞാൻ എന്റെ മുന്നിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യന്റെ മുന്നിൽ മണ്ണനോടൊക്കെ ചോദ്യമായി പോകും. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല, മൈക്കൊക്കെ പ്രവർത്തനം നടത്തട്ടെ. എല്ലാവർക്കും നല്ല കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ ആദ്യം ശ്രമിക്കുക. ഞാനൊക്കെ മൈക്കട്ടെ പറഞ്ഞത് കേൾക്കാൻ അവിടെ പോയിരിക്കാറുണ്ട്. മൈക്കട്ടെ പറഞ്ഞു കൊടുക്കും, നല്ല കൂടാതെ പറയും, ഞാൻ അവിടെ നിന്ന് പറഞ്ഞു. അതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിന് കേൾക്കാനുള്ള യോഗം നിങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും മൈക്കാണ്ട് സംസാരിക്കട്ടെ. എല്ലാവർക്കും ആശംസ.
தினக்கீடுங்கருடுங்காலே உலக போன போக்கு பாரு கண்ணம்ம பெண்ணாளே டிங்கருடுங்காலே தினக்கீடுங்கருடுங்காலே உலக போன போக்கு பாரு ரசம பெண்ணாளே பக்கத வீட்டில ரசாம பெண்ணே கண்டான் நடிஸ்கோந்து பெண்ணே பெண் சுமிட்டு ஹை ஹீல் ஷூஸ் சுமிட்டு குதிரை போல குத்தாடி பெண்ணே